ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പാസ്ത ഉണ്ടാക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 600 ഗ്രാംസ് ഓഫ് പാസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനത് വെള്ളം ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അതിനകത്തോട്ട് നമുക്ക് 2 കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഞാൻ പറയാം. അതിനകത്ത് ഒരു 2 സ്പൂൺ സോൾട്ട്, 2 ടീസ്പൂൺ സോൾട്ടും 1 ടീസ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഞാനിപ്പം സോൾട്ട് ആഡ് ചെയ്തു. കുറച്ച് ഓയിലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി, പാസ്ത തമ്മിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് ബോയിലായി തുടങ്ങുമ്പോൾ നമുക്ക് പാസ്ത ആഡ് ചെയ്യാം. ഓക്കെ, പാസ്ത ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇത് ബോയിലായി നല്ലതായിട്ട് കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബോയിൽ ചെയ്ത് നോക്കുവാണ്. ഇപ്പം ചെക്ക് ചെയ്ത് നോക്കാം നമുക്കത് കുക്കായോ ഇല്ലയോ എന്ന്. അതൊന്ന് നോക്കണം നമുക്ക് കുക്കായോ ഇല്ലയോ എന്ന്. അത് ആയിട്ടില്ല. അപ്പം ഇച്ചിരി കൂടെ അത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ബോയിലാക്കി വിടാം. ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിനകത്ത് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്ത് ഇനിയിപ്പം വെജിറ്റബിൾസ് യൂസ് ചെയ്തേക്കുന്നത് ബ്രോക്കലി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കമാണ്. എല്ലാം കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പാസ്തയുണ്ട്. ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടിയും പെപ്പറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കടായി എടുത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇടാനായിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക്. അപ്പം സോട്ട് ചെയ്ത് ചിക്കൻ ഒന്ന് ഓയിൽ ചൂടായി കഴിയുമ്പം ചിക്കൻ അതിനകത്തോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത പോലെ ചിക്കനാണ്. അത് ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്മോളായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മുളക് പൊടിയും പെപ്പറും സോൾട്ടും ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അത് നന്നായിട്ട് നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. ഇച്ചിരി കൂടെ ആവാനുണ്ട്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഇനിയും പാസ്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് നമുക്ക് ഉള്ള പാസ്ത എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടു, കുറച്ച് ഓയിലും കൂടെ ഇടണം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബ്രോക്കലി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ആഡ് ചെയ്ത് സോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അതിനകത്തോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഇതിനകത്ത് ഇപ്പം ഞാൻ 4 വെജിറ്റബിൾസാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഗ്രീൻ പീസ് വേണമെങ്കിലും ഇടാം. 4 കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം.
വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ട് ചെയ്ത് കുറച്ച് സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഇനിയും 2 സ്പൈസസും കൂടെ ആഡ് ചെയ്യാം. അത് ഞാനിപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് ബയാരയുടെ ഗാർലിക് ആൻഡ് ഹെർബ് എന്ന് പറഞ്ഞൊരു സ്പൈസ് കുറച്ച് ആഡ് ചെയ്തു. അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് എല്ലായിടത്തും. പിന്നെ ഒറിഗാനോയും കൂടെ ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം ഒന്നുകൂടെ. സോൾട്ടും എല്ലാം കൂടി 3 കാര്യങ്ങളും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്ത് പിന്നെ ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്തു. ക്രഷ്ഡ് ചില്ലിയും കൂടെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എരിവിന് അനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഇതെടുത്ത് നമുക്ക് മാറ്റണം. വെജിറ്റബിൾസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നു. നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. വൈറ്റ് സോസ് പാസ്തയാണല്ലോ, ചിക്കൻ പാസ്ത ആയതുകൊണ്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിനു വേണ്ടി നമുക്ക് 2 സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് ഇച്ചിരി ചോപ്ഡ് ഗാർലിക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണം. നേരത്തെ ഗാർലിക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ചോപ്ഡ് ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അത് ഡാർക്ക് ബ്രൗൺ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ 2-2.5 സ്പൂൺ ടേബിൾ സ്പൂൺ മൈദയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗണിഷ് ആകുമ്പോൾ നമ്മൾ ആ മൈദയും കൂടെ ഇതിനകത്ത് ചേർക്കണം. ഞാനിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം അതിനകത്തോട്ട് നമുക്ക് മൈദ ആഡ് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പം നമുക്ക് ഒരു 2.5 ടീസ്പൂണോളം മൈദ എടുത്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് ആക്കേണ്ടത് പാസ്തയ്ക്ക് ഉള്ള സോസിന് വേണ്ടി. അപ്പം അത് നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് സിമ്മിലാക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ 2 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നല്ല രീതിയിൽ അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബിക്കോസ് അത് ആ ഒരു കട്ട കെട്ടാതെ, മൈദയുടെ കട്ട കെട്ടാതെ വേണം നമുക്ക് അതിൻ്റെ സോസ് വേണ്ടത്. നല്ല രീതിയിൽ അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ 2 സ്ലൈസ് ചീസ് സ്ലൈസസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 സ്ലൈസ് ചീസ് ആഡ് ചെയ്യുന്നു. അതും കൂടെ നല്ല രീതിയിൽ അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒറിഗാനോ ആൻഡ് ഒരു സ്പൈസ് ആൻഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് ഗാർലിക് ആൻഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ബയാറ കമ്പനിയുടെയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ചീസ് ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒറിഗാനോയും ഗാർലിക് ആൻഡ് ഹെർബ്സും. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ പാസ്തയ്ക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്ത് ഒറിഗാനോ പിന്നെ ഗാർലിക് ആൻഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് അതും 2ഉം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ ഓപ്ഷനിലാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ എരിവ് പിള്ളേർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നന്നായിട്ട് അതിനെ യോജിപ്പിക്കണം.
പിന്നെ മാഗിയുടെ ക്യൂബ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പീസ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞ് നന്നായിട്ട് അത് യോജിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ഞാനിപ്പം ഒരു കളറിന് വേണ്ടി, അതായത് എൻ്റെ മോന് വൈറ്റ് കളർ അങ്ങനെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഒരു ടച്ചിന് വേണ്ടി ഒരു കശ്മീരി ചില്ലി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് ചില്ലി വേണ്ട, കശ്മീരി ചില്ലി കളറിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പാസ്ത ആഡ് ചെയ്ത് നന്നായിട്ട് ആഡ് ചെയ്തപ്പം കുറച്ചെൻ്റെ നിന്ന് പോവുകയും ചെയ്തു. നന്നായിട്ട് അത് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും. നന്നായിട്ട് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ ആ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസും നമുക്ക് എടുത്ത് വെച്ചിരുന്ന ചിക്കനും, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. എല്ലായിടത്തോട്ടും അത് നല്ല രീതിയിൽ ചെല്ലണം, എന്നാലേ നമുക്ക് ആ ഒരു പാസ്തയ്ക്ക് ഒരു ടേസ്റ്റും വരത്തുള്ളൂ. പിന്നെ നമുക്ക് ചിക്കൻ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പം അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിള്ളേർക്ക് സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണിത്. ചിക്കൻ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് അത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അവർ. നന്നായിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് എല്ലാത്തിനും ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇതിപ്പം ഇത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ചിക്കൻ പാസ്ത ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. Bye bye.